നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തലനീരിറക്കത്തിന്റെ ആയുർവേദ പ്രതിവിധികളെ കുറിച്ചാണ്. അപ്പൊ തലനീരിറക്കത്തിനെ നമ്മൾ മയോഫേഷ്യേറ്റിസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിന് നമുക്ക് സാധാരണയായിട്ട് തലനീരിറക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് നമുക്കിടയിൽ. അപ്പോൾ ഇതൊരു കഴുത്തുവേദനയായിട്ടും അതുപോലെ നമുക്ക് അലർജി പോലത്തെ പ്രശ്നങ്ങളിലായിട്ടും ഇപ്പൊ തുമ്മല്, കഫക്കെട്ട്, അതുപോലെ അത്തരം പ്രശ്നങ്ങളായിട്ടും അതുപോലെ തന്നെ നമുക്ക് തലവേദനയായിട്ടും പല സിംറ്റംസിലും ഇത് കാണപ്പെടാറുണ്ട്. നമുക്ക് സിംറ്റംസും അതിന്റെ ലക്ഷണങ്ങള്, കാരണങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും ഒരുവിധം അറിയാം. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ ട്രീറ്റ്മെന്റ് പാർട്ടിലേക്ക്, പ്രത്യേകിച്ച് ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അപ്പൊ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പൊ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. എപ്പോഴും മൈൽഡ് ടു മോഡറേറ്റ് കണ്ടീഷൻസിൽ മാത്രമേ ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. നല്ല സിവിയാരിറ്റി ഉള്ള കേസാണെങ്കിൽ, അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മാത്രം വെച്ച് ഒതുങ്ങരുത്. നമ്മൾ ആയുർവേദ ഔഷധങ്ങൾ ഉള്ളിലേക്കും കൂടി സേവിക്കേണ്ടതാണ് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് പ്രതിവിധികളിലേക്ക് കടക്കാം. അപ്പൊ ഇതിൽ ആദ്യത്തെ പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് രാസനാദി ചൂർണം തന്നെയാണ്. അപ്പൊ രാസനാദി ചൂർണം, നെറുകയില് തിരുമ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾ എല്ലാവരും ചെയ്യുന്ന, അതായത് ഒരു തലമുറ വരെ നമ്മൾ ചെയ്തിരുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. കുളിക്കുന്നതിന് ശേഷം നമ്മൾ നെറുകയില് രാസനാദി തിരുമ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് ഈ തലനീരിറക്കത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. രാസനാദി ചൂർണം നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. തലയിൽ തളമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് തളം എന്ന് പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് തളമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ തലനീരിറക്കത്തിന് നമുക്ക് അവണക്കെണ്ണയില് രാസനാദി ചൂർണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കിത് തളമായിട്ട് വെക്കാം. അതായത് നെറ്റിയിൽ ഇങ്ങനെ പൂച്ചിടുക എന്ന് പറയും. നമ്മളിങ്ങനെ പൂശുക, അത് ഇങ്ങനെ ഒരു നമുക്ക് വലിക്കുന്ന പോലെ നമുക്ക് അതിന്റെ ആ രാസനാദി ചൂർണത്തിന് ഒരു കഴിവുണ്ട്. ആ നീരിറക്കത്തിനെ അത് വലിച്ചെടുക്കാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ തലയിൽ ഇങ്ങനെ പൂശിയിടുക, അല്ലെങ്കിൽ നെറ്റിയിൽ ഇങ്ങനെ മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ, നമുക്ക് നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആക്കാം. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ അവണക്കെണ്ണ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് രാസനാദി ചൂർണം ചെറിയ ചൂടോട് കൂടി തന്നെ അതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊരു കുഴമ്പ് പരുവമായി മാറും. അതിനുശേഷം നമുക്കിത് നെറുകയിലെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുളിക്ക് മുൻപായിട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കഴുത്തുവേദനയുണ്ട്, നീരിറക്കമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇനി ചെറിയ കുഞ്ഞു കുട്ടികൾ, അതായത് നമ്മളിപ്പോ മുലപ്പാലൊക്കെ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഈ തലനീരിറക്കം ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജലദോഷപ്പനി വരിക, ബുദ്ധിമുട്ടുകൾ വരിക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുലപ്പാലിൽ രാസനാദി ചൂർണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ തലയിൽ നെറ്റിയിൽ ഇങ്ങനെ പൂശി വെക്കുന്നത് ഇത് ഗുണം ചെയ്യാറുണ്ട് കേട്ടോ. പലപ്പോഴും ഗുണം ചെയ്യാറുണ്ട്. അതുപോലെ ഇത്തിരി കൂടിയും വലിയ കുട്ടികളാണെങ്കിൽ പനിനീർ കുറുക്കയുടെ നീര്, തുളസി നീര് എന്നിലൊക്കെ നമുക്ക് ഈ രാസനാദി ചൂർണം ചേർത്ത് തളം വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. നീരിറക്കത്തിന് വളരെ ബെസ്റ്റ് ആണ് രാസനാദി ചൂർണം എന്ന് പറയുന്നത്. ഇത് നെറുകയിലെ തിരുമ്മാണെങ്കിൽ നമുക്ക് ജലദോഷം, കഫക്കെട്ട്, മൂക്കൊലിപ്പ് ഇതിനൊക്കെ ഫലപ്രദമായിട്ട് ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഈ രാസനാദി ചൂർണത്തിൽ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. വയമ്പ്, ജിഞ്ചലിയം, അതുപോലെ തന്നെ രഞ്ജലിയം, പിന്നെ അതുപോലെ വയമ്പ്, രക്തചന്ദനം, പിന്നെ അതുപോലെ തന്നെ ചുക്ക്, കുരുമുളക്, തിപ്പലി, ദേവദാരു, ഇതൊക്കെ നമുക്ക് ഇതിൽ അടങ്ങിയിരിക്കുന്നത് തീക്ഷ്ണ ഔഷധങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് രാസനാദി ചൂർണം സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ നമുക്ക് തലവേദന, തലകറക്കമൊക്കെ ഉള്ളവരാണ്. ഇപ്പൊ നീരിറക്കത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നീരിറങ്ങി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, തല കറക്കം വരുന്നുണ്ട്, തലയ്ക്ക് വേദന, ഒരു ഹെവിനെസ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തുളസി നീരിലെ രാസനാദി ചൂർണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം കിട്ടാനായിട്ട് സാധിക്കും. ഒരു ഏകദേശം ഒരു 15 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ അത് നമുക്ക് നെറ്റിയിൽ ഇങ്ങനെ പൂശി വെക്കാം. കുഴമ്പ് രൂപത്തിലാക്കണം. അത്യാവശ്യം ഈ വെള്ളം പോലെ ആകാതെ നല്ല രീതിയിൽ കുഴമ്പ് പരുവത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. അതുപോലെ ഷോൾഡർ വേദനയുണ്ട്, ഷോൾഡർ പെയിൻ ഉണ്ട്, അതുപോലെ കഴുത്തിൽ നല്ല വേദനയാണ്, ഇപ്പൊ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് ഒക്കെ പോലത്തെ വേദനകൾ. അപ്പോൾ ഭയങ്കര സിവിയാരിറ്റി ഉള്ള വേദനയാണെങ്കിൽ ഒരിക്കലും ഇത്തരം എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം മാറില്ല കേട്ടോ. അതും കൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ ആദ്യമായിട്ടൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാസനാദി ചൂർണത്തിന്റെ കൂടെ അടിക്കാടി വെള്ളം, അപ്പൊ അടിക്കാടി വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ അരി കഴുകിയെടുക്കുന്ന വെള്ളമാണ്. അപ്പൊ ആദ്യത്തെ കഴുകിയെടുക്കുന്ന വെള്ളത്തിൽ അതിൽ അരിയുടെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ വെള്ളം എടുക്കേണ്ട, അതിന് ശേഷമുള്ള വെള്ളം നമുക്ക് 2-3 വട്ടം കഴുകിയെടുക്കുന്ന വെള്ളത്തിലൊക്കെ നമുക്കിത്
മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് കുറുക്കി ചൂടാക്കണം. അത് വേദനയുള്ള ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്കിത് പെട്ടെന്ന് തന്നെ കുറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഇതൊരു മൈൽഡ് ടു മോഡറേറ്റിനൊന്നും നടക്കില്ല. വളരെ തുടക്കമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ മുഖേന മരുന്ന് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഉള്ളിലേക്കുള്ള ഔഷധം കൂടി പറഞ്ഞു തരും. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ത്രികടു ചൂർണം വെച്ചിട്ട് ത്രികടു എന്ന് പറയുമ്പോൾ അറിയാം, നല്ല രീതിയിൽ കടുരസത്തിന്റെ 3 സംഭവമാണ് കുരുമുളക്, തിപ്പലി എന്ന് പറയുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻസും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിരിക്കുന്നതാണ് ത്രികടു. അപ്പൊ ത്രികടുവില് ഈക്വൽ ആയിട്ട് ഉണക്കി പൊടിച്ച് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. അത് രാവിലെ നമ്മൾ ത്രികടു ചൂർണത്തിന്റെ ഒരു 1/2 ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് നമുക്ക് ചെറുചൂടുവെള്ളം ചേർത്ത് കവിള് കൊള്ളാനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു തലനീരിറക്കത്തിന്. ഓക്കെ. അതുപോലെ അലർജി, ഇപ്പൊ നമുക്ക് രാവിലെ ആയിട്ട് തന്നെ ഒരുപാട് തുമ്മ, ഒരുപാട് മുഖീന്ന് വരിക, അങ്ങനെയൊക്കെ ജലദോഷം പോലത്തെ സിംറ്റംസ് കാണിക്കുന്ന അവസ്ഥയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അലർജിയുടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ, അതായത് കുളിച്ചതിന് ശേഷമല്ല, നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കാലെടുത്ത് ബെഡിൽ നിന്ന് എടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് രാസ്നാദി ചൂർണം നെറുകയിൽ തിരുമാനായിട്ട് ശ്രമിക്കാം, ബ്രഷ് ചെയ്യുന്നതിന് മുൻപ് തന്നെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ വളരെ തണുപ്പ് കൂടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, പ്രത്യേകിച്ച് കറ്റാർവാഴ, ചെമ്പരത്തി, അത്തരം ഇൻഗ്രീഡിയൻസ്, നെല്ലിക്ക, ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് തല തണുക്കാനായിട്ടുള്ള കാരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ തലനീരിറക്കമുള്ളവര് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതിന് പകരമായിട്ട് കുരുമുളക് ചേർക്കാം. കുരുമുളക് ചേർത്താൽ തലയ്ക്ക് ചൂട് കിട്ടാനും അതുപോലെ നീരിറക്കം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. കുരുമുളക് ചേർത്ത് എണ്ണ കാച്ചാനായിട്ട് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക, തലനീരിറക്കം ഉള്ളവര്. ഓക്കെ. പിന്നെ സിവിയാരിറ്റി അനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഔഷധം എടുക്കണം. പൂർണ്ണമായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഇത് മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം. അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ. അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിനെ പഥ്യം സേവിക്കണം. കൂടെ തന്നെ ഔഷധവും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.